ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? 2-3 ദിവസം ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ ഓഡിയോ മാത്രം വെച്ചിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് സമയം കിട്ടിയപ്പം ഞാനിങ്ങനെ ഓഡിയോ മാത്രം എടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ പഠനവീട് പ്രൊജക്റ്റ്, ഞാൻ അതിൻ്റെ കോർഡിനേറ്റർ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ പഠനവീട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമാണ് കേട്ടോ, നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു 1 day വർക്ക്ഷോപ്പ് നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ കുറേ ബീഡ്സും ഇങ്ങനെ കുറേ സാധനങ്ങൾ, റോ മെറ്റീരിയൽസൊക്കെ ഇരിപ്പുണ്ട്. ഇതെന്തിനാണെന്ന് ചിലപ്പോൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഹെയർ ആക്സസറീസ്, അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ടിന്നിലൊക്കെ ആക്കി, ഇത് നമുക്ക് വാങ്ങുമ്പോൾ പാക്കറ്റിലാണ് കിട്ടുക, അതൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരെ ചെറിയൊരു കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ നമ്മളിങ്ങനെ ഹെയർ ബാൻഡ്സ്, ഹെയർ ക്ലിപ്സ്, അതുപോലെ ഹെയർ ആക്സസറീസ് എല്ലാം, അതുപോലെ ജ്വല്ലറി മേക്കിംഗ്, നമ്മുടെ മാല, വള, കമ്മൽ, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ വെക്കേഷൻ സമയത്തോ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഒക്കെ ചെറിയ രീതിയിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ സമയത്താണ് ഞാൻ കൂടുതൽ, ഈ വെക്കേഷൻ കേട്ടോ, ലാസ്റ്റ് സമ്മർ വെക്കേഷനാണ് ഞാൻ കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പേർക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം വേണ്ടേ. ഞാനെന്തായാലും അത് ഒരുപാട് സെയിലാക്കാനൊന്നും നിൽക്കുന്നില്ല, കാരണം എനിക്ക് അതിനുള്ളൊരു ടൈമില്ല. പിന്നെ എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരെ, തീരപ്രദേശത്തുള്ള കുട്ടികളുടെ അമ്മമാരെ ഇത് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി പോകുകയാണ്. ഇതിപ്പോൾ മോർണിംഗ് 9 o'clock ആകാനായിട്ടുണ്ട്. 10 മണിക്കാണ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. പയ്യാനക്കൽ ഏരിയയിലുള്ള കപ്പയ്ക്കൽ ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പഠനവീടിൻ്റെ ടീച്ചറാണ്. അപ്പോൾ പഠനവീടിൻ്റെ കുറച്ച് ടീച്ചേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇവിടെ വന്നിട്ടുള്ള പാരൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരും പഠിക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഒരുപാട് രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്, 1-2 സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് രക്ഷിതാക്കൾക്കുള്ള പ്രോഗ്രാമിൽ സ്റ്റുഡൻസും കൂടി വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സും ഇതിൽ കണ്ടില്ലേ, മുൻപിലിരിക്കുന്ന 2 പേര്, അവരൊക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പ്രൊഡക്ട്സ്, അതായത് ഓരോ റോ മെറ്റീരിയൽസൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കമ്മലിലാണ് കേട്ടോ, കമ്മലുണ്ടാക്കാനാണ്. അപ്പോൾ കമ്മലുണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം അവർ ബ്രേസ്ലെറ്റ്, അതുപോലെ ഹെയർ ബാൻഡ്സ്, ക്ലിപ്സ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് എല്ലാവരും വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് വന്നതെന്നാണ്. കാരണം നമ്മൾ ഒന്നാമത് ഇത് വളരെ സൗജന്യമായിട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. രജിസ്ട്രേഷൻ ഫീസ് പോലും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. റോ മെറ്റീരിയൽസൊക്കെ കംപ്ലീറ്റ് പഠനവീട് പ്രൊജക്റ്റ് തന്നെ വാങ്ങി അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് പഠിക്കാം. മാത്രമല്ല അമ്മമാരെ സംബന്ധിച്ച് ഒരു വരുമാന മാർഗം കൂടി ആയതുകൊണ്ട് അവർ വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കേട്ടോ. പക്ഷേ ഇത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലായിടത്തും പോയിട്ട് അമ്മമാർക്ക് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുമെന്ന്. അങ്ങനെയല്ല കേട്ടോ. പഠനവീട് എന്ന് പറയുന്നത് തീരപ്രദേശത്തുള്ള, അതായത് കോഴിക്കോട് നഗര തീരപ്രദേശത്തുള്ള കുട്ടികൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ തീരപ്രദേശത്തെ അമ്മമാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ നടത്തുന്നത്. കോസ്റ്റൽ ഏരിയാസിലെ ആളുകളുടെ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ഓക്കെ, കണ്ടോ, ഈ സൈഡിലിരിക്കുന്ന എല്ലാവരും ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ റോസൂട്ടി കൂടെ ഉണ്ട്. റോസൂട്ടി ഇതിൽ ബീഡ്സ് വർക്കിന് സ്കൂളിൽ ഫസ്റ്റ് പ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസൂട്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും
അവൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ലെറ്റർ ബീഡ്സ് ആണ്. അപ്പോൾ ലെറ്റർ ബീഡ്സ് ഉപയോഗിച്ച് ബ്രേസ്ലെറ്റും ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് തൽക്കാലം കുറച്ച് മോഡൽസ് കാണിച്ചു കൊടുത്തു ഞാൻ. അതുപോലെ അവരവരുടെ ഐഡിയാസൊക്കെ ചെയ്തത് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ട്രെയിനിങ്ങിന് ശേഷം. എന്തായാലും വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു എന്നാണ് എല്ലാവരുടെയും അടുത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. പാരൻസിന് പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു ട്രെയിനിങ് ആദ്യമായിട്ടാണ്. അത് സക്സസ്ഫുള്ളായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് എനിക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. ഓക്കെ, എന്തായാലും വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. സത്യം പറയുന്നത് എനിക്ക് 2 പെൺകുട്ടികളാണ്. ഫാൻസിയിൽ പോയാൽ 1000-1500 രൂപ ഭയങ്കര സങ്കടം. ഇപ്പം ഞാൻ 1000 രൂപ ലാഭമാക്കുക, 500 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവരെ പഠിപ്പിച്ചു കൊടുക്കാം. കാരണം എപ്പോൾ എവിടെ ഏത് വെരി ഗുഡ്. സിമ്പിളാണ് ഇതിൽ കാര്യങ്ങൾ. നമ്മളിനി പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, വെരി ഗുഡ്. ഓക്കെ, അറിയുന്ന അതെ
അതെ അതെ അതെ ഓക്കെ താങ്ക് യു. ചെയ്യാറുണ്ട്. അതൊക്കെ ഹോം മേക്കർ എന്ന് പറയാം. ഒരു വീടിനെ വീടാക്കി മാറ്റുന്ന ആളാണ് ആര്? വീട്ടമ്മ, ഹോം മേക്കർ. അറിയില്ലായിരുന്നു. തുടങ്ങണം, ആലോചിച്ചാ പോലെ. ഇവിടെ കേക്കൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടെ കേക്ക് പാർട്ട്ണറാണ്. ഇത് ചേട്ടത്തി അനിയത്തിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്. ആണോ, വെരി ഗുഡ്. ചെയ്യണം തുടർന്ന്. നല്ല ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ തുടർന്നും കിട്ടിയാൽ നല്ലത്. ഓക്കെ, ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഓക്കെ, വളരെ നല്ല ക്ലാസ്സായിരുന്നു. കാണുന്ന കരുതിയ സംഭവങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു നല്ല രീതിയായിരുന്നു. വെരി ഗുഡ്. നിങ്ങൾ ക്ലാസ്സിൽ വന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് മിസ് പറഞ്ഞത്. മനസ്സിലാക്കിയില്ലെങ്കിൽ പറഞ്ഞു തരുന്ന രീതിയിലാണ്. പിന്നെ ഒരു ചെലവില്ല. പോവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചിലവാക്കാം. അതെ, പിന്നെ അത് ശരിയാണ്. പിന്നെ ഭയങ്കര സന്തോഷമാവും. നല്ല സംഭവങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. വരുമ്പോൾ ഉണ്ടായി കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതിനൊക്കെ എന്തെങ്കിലും സാധനമൊക്കെ ആയിട്ട് എനിക്ക് സന്തോഷമാവും. വന്നില്ലെങ്കിൽ നഷ്ടമായി പോയാലേ. ഇത് രണ്ടുപേരോടെ ഉണ്ടല്ലോ, പറഞ്ഞു. ഓക്കെ, ഏതൊരു സാധനമാകുമ്പോൾ അതിൻ്റെ ബേസിക് അറിയണം. നമ്മൾ പൈസ കൊടുത്ത് ഷോപ്പിലാണെങ്കിൽ നമ്മൾ പോയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത് അവർ പറയുന്ന പൈസ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത്രയും പൈസ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഇവിടെ വരാൻ പറ്റിയതാണ്. വന്നിട്ട് ഭയങ്കര ഇഷ്ടമാവും. പറഞ്ഞില്ലെന്ന് പറയാം. നമ്മൾ ബേസിക് ആയിട്ടൊരു ക്ലാസ്സാണ് മിസ് തന്നതെങ്കിലും തീർച്ചയായിട്ടും ഒരു വീട്ടമ്മക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും പേരൻസിന് ഫ്രീ ആയിട്ട് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറയുന്നതിന് ഒരു അതെ, പിന്നെ എന്നെ സംബന്ധിച്ച് ചെറിയൊരു സൈഡിലൂടെ കിട്ടാൻ വലിയ കാര്യമാണ്. നമുക്ക് സങ്കടമുള്ള ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പേര് നന്ദന എന്നാണ്. ഇവിടെ കോയളപ്പ് പഠന വീട്ടിലെ ടീച്ചറാണ്. 3 വർഷമായി ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്ക് ഇവിടെ വന്നതിലുപരി ഞാൻ കാരണം കുറച്ച് ആൾക്കാർ, ഞങ്ങളുടെ പഠന വീടിന് കാരണം കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടു. അവരുടെ ഫീഡ്ബാക്ക് ഇപ്പോൾ കേട്ടു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, വീട്ടിലത്തെ ജോലികളാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾക്കായിട്ടൊരു വരുമാന മാർഗ്ഗം ഇവിടെ തരാൻ പറ്റിയതിൽ ഞാനും പഠന വീടിൻ്റെ ടീച്ചേഴ്സും പഠന വീടും ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ ഈ ബെഞ്ചിൽ ആരാ ചെയ്യാൻ പോകുന്നത്? ആ, അപ്പോൾ ഇതിന്റെ അളവനുസരിച്ചിട്ട്
ഇത്രയും കട്ട് ചെയ്തോ? എന്നാൽ നമുക്ക് പഠിക്കുന്നതല്ലേ. ഇത് പിടിച്ചോ? ഓക്കെ. അതുപോലെ കുറച്ച് കെട്ടാൻ പാകത്തിന്